ഒരു ഉച്ചേമുക്കാലോട് കൂടി ആലോചിച്ചു തുടങ്ങിയാലാണ് വൈകുന്നേരം റൂമിൽ വരുമ്പോൾ പെട്ടെന്ന് ചടപടയെന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് ശ്രീനി. ഒരു പ്രൈം മിനിസ്റ്ററിനേക്കാളും തിരക്കുള്ള മനുഷ്യനാണ്. കക്ഷി ഒരു ആന്ധ്രാപ്രദേശുകാരനാണെങ്കിലും കന്നഡയും മലയാളവും തമിഴും ഇംഗ്ലീഷും എല്ലാം അനായാസം കൈകാര്യം ചെയ്യും കേട്ടോ. 1.5 മണിക്കൂറേ ഞങ്ങളുടെ ഓഫീസിൽ ആശാന് ജോലിയുള്ളൂ. അതുപോലെ എത്ര ഓഫീസുകൾ അവൻ ക്ലീൻ ചെയ്യുന്നുണ്ടെന്നറിയോ ഒരു ദിവസം. അധ്വാനിക്കാൻ മനസ്സുള്ളവന് ഇവിടം സ്വർഗമാണ്. സെയിം ജോലികൾ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ എനിക്ക് ബോറടിക്കും. അങ്ങനെയുള്ള ദിവസം ഞാൻ ഇടയ്ക്കൊക്കെ ശ്രീനിനെ മനസ്സിൽ വിചാരിക്കും കേട്ടോ. ഒരേ ഫോർമാറ്റിലാണ് ആശാൻ എല്ലാ പണിയും ചെയ്തത്. ഇന്ന് ചെയ്യുന്ന പണിയും നാളെ ചെയ്യുന്ന പണിയും തമ്മിൽ ഒരു വ്യത്യാസവും കാണൂല. ദുബായ് ലൈഫിലേക്ക് തിരിച്ചെത്തിയെങ്കിലും നാട്ടിലത്തെ ആ ഹാങ് ഓവർ ഉണ്ടല്ലോ, അതെന്നെ ഇതുവരെ വിട്ടു പോയിട്ടില്ല. വീട്ടിൽ നിന്ന് അമ്മ കുറച്ച് നല്ല പച്ച കാന്താരി പറിച്ച് തന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അത് ഫ്രിഡ്ജിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവനാകെ മുരടിക്കും. ഇന്ന് അവനെ കൊണ്ടാണ് എൻ്റെ അഭ്യാസം. ഞങ്ങളുടെ നാട്ടിലെ പ്രിയപ്പെട്ട കൊഴുവ അഥവാ നത്തോലിയാണ് ഇന്നത്തെ താരം. ഈ കൊഴുവയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. പണ്ട് എൻ്റെ വീട്ടിലൊരു റെസിപ്പി ഉണ്ടാക്കുമായിരുന്നു, പുളിയില ചുട്ടത്. ഈ അടുത്ത കാലത്തൊന്നും ഞാനത് കഴിച്ചിട്ടേയില്ല. ഇപ്പം നമുക്ക് ഇത്തിരി കൊഴുവ പീര പറ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് കുക്കിംഗ് അത്യാവശ്യമൊക്കെ അറിയാമെങ്കിലും ഈ മീൻ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഞാൻ ഭയങ്കര പുറകോട്ടാണ്. അതിൽ തന്നെ ഞാൻ പീര ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈം ഒരു എക്സ്പെരിമെൻ്റ് ആണ്. പണ്ടൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പേരുടെ കയ്യെ കാലേ പിടിച്ചാലാണെന്നറിയാമോ അതൊന്ന് പരീക്ഷിക്കാൻ പറ്റുന്നത്. ഇപ്പം എനിക്ക് ആ ഒരു ടെൻഷനേ ഇല്ല. എനിക്ക് സ്വന്തമായിട്ടൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് ഇപ്പോൾ. എന്തായാലും എൻ്റെ പീര പരീക്ഷണം തോൽവിയല്ലായിരുന്നു കേട്ടോ, അത്യാവശ്യം സക്സസ് റെസിപ്പി ആയിരുന്നു. പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മീൻ മേടിച്ചുണ്ടാക്കിയപ്പോൾ അത് സക്സസ് ആയി. ഇനി ഞാൻ നാളെ ഇതൊരു മെയിൻ കോഴ്സായിട്ട് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പാളിപ്പോവും. ഇനി പീര പറ്റിച്ചതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞോട്ടോ, ഞാൻ ഇടാം.